വെൽക്കം ബാക്ക് ടു ലേണിനോ. PSC ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂള് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ ഏത് മന്തിലായിരിക്കും വരാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒപ്പം തന്നെ ആ എക്സാംസിന് നമ്മൾ ലേണിനോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ വന്ന ഒരു എക്സാം ഓൾറെഡി ഫെബ്രുവരിയിൽ നടക്കാനുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എക്സാം 180/2023. അത് ഓൾറെഡി നമുക്ക് നേരത്തെ ഡേറ്റ് വന്നതാണ്. ഫെബ്രുവരി 26-നാണ് ആ ഒരു എക്സാം നടക്കുന്നത്. അതാണ് ഇനി വരാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷ. ഓക്കെ, ഇനി അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഡേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് ഷെഡ്യൂൾ വന്നിട്ടുള്ളത് 239/2023 ലെക്ചറർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് പോളിടെക്നിക്സിലേക്കുള്ളതാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജൂലൈ സെപ്റ്റംബർ. ഓക്കെ, അപ്പോൾ ജൂലൈയിലായിരിക്കാം. ജൂലൈ ഓഗസ്റ്റ് ഒരു മന്തിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതാണ് പിന്നെ വരുന്ന ഒരു എക്സാം. അതിനുശേഷം പിന്നെ നമുക്ക് അതിന് ശേഷം വരുന്ന ഒരു പരീക്ഷയാണ് 410/2023 HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. അത് അതിനുശേഷം ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു സ്ലോട്ടിലാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, ഇനി ട്രേഡ്സ്മാൻ എക്സാം ആണ് വളരെ ഇമ്പോർട്ടന്റ്. അത് കുറച്ച് നേരത്തെ ഉണ്ടാവും, വിച്ച് മീൻസ് ഒരു മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് വരുന്നത്. 426/2023 ആൻഡ് 429/2023 ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജിയും. ഓക്കെ, രണ്ടും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കുള്ളതാണ്. മെയ് ജൂൺ ജൂലൈ ആ ഒരു സ്ലോട്ടിലാണ് ആ എക്സാം നടക്കുക. അപ്പോൾ CHM കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ട്രേഡ്സ്മാൻ എക്സാം ആയിരിക്കും. അതിനുശേഷമായിരിക്കും ലെക്ചറർ ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നത്. അതിനുശേഷമായിരിക്കും HSST എക്സാം വരുന്നത്. അപ്പൊ ഇതിൽ എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ചില പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം. എങ്ങനെയാണെങ്കിലും നമ്മളുടെ പഠനം കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാനുള്ള സമയമായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുവിധം കുറെ പേരെങ്കിലും CHM എക്സാം എഴുതുന്നവരുണ്ടാവാം. അതിന്റെ സിലബസ് ഒക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അത് നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോച്ചിങ് ഏകദേശം ഒരു മിഡിലൊക്കെ നമുക്ക് എത്താറായിട്ടുണ്ട് CHMന്റെ എക്സാം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്ന ട്രേഡ്സ്മാൻ ആണ്. ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി, രണ്ടിനും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ടഡ് സിലബസ് വെച്ചിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. കറക്റ്റ് സിലബസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് പ്രൊവൈഡ് ചെയ്യും. HSSTക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കോച്ചിങ്ങിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സുകൾ ഇതൊക്കെയാണ്. HSST കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസിലുണ്ട്, ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാതെ ഡെമോൺസ്ട്രേറ്റർ CHM അത് നമ്മളിപ്പോൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് എക്സാം നടക്കുന്നതിന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് പോളിടെക്നിക് ലെക്ചർ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിൽ നമ്മൾ ബേസിക് സബ്ജക്റ്റും കോഴ്സ് സബ്ജക്റ്റും എല്ലാം നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് നിങ്ങൾക്ക് ബേസിക് സബ്ജക്ട് മാത്രമായിട്ട് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എക്സാമിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നമ്മൾ ലേണിനോടൊപ്പം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു. താങ്ക് യു.